ചേട്ടൻ്റെ വലിയ ആരാധികയും ഞാൻ തന്നെയാണ്, വിമർശകയും ഞാനാണ്. കാരണം എന്തെങ്കിലും പാട്ടുകൾ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ചിലപ്പോൾ ചില അഭിപ്രായങ്ങൾ, സജഷൻസ് ഞാൻ പറയാറുണ്ട്. നല്ല കേൾക്കും, തള്ളേണ്ടതാണെങ്കിൽ തള്ളും, കൊള്ളേണ്ടത് കൊള്ളും. അപ്പോൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ പറയും, അയ്യോ അത് അവിടെ ഇന്ന മാതിരി വേണ്ട, ഇന്ന മാതിരി വേണം, വന്നാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെയുള്ള ചില അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട്. അത് തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പഴന്തമിഴ് പാട്ട് എന്നുള്ള പാട്ട് ഇവർ ഇവിടെ വെച്ച് ചെയ്യുകയാണെങ്കിൽ, കാരണം കൂടുതൽ മദ്രാസിലും മറ്റ് ഹോട്ടൽ റൂമിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചിലപ്പം അങ്ങനെ കൂടെ പോകാറില്ല. പക്ഷേ ഇവിടെ വീട്ടിൽ വെച്ച് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഞാനും കൂടെ ഇരിക്കും. എനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ. ആദ്യകാലത്ത് ഈ ലളിതഗാനങ്ങൾ ചെയ്യുമ്പോൾ തന്നെ പണിക്കരേട്ടനും ചേട്ടനും കൂടെ ഇരിക്കുമ്പോഴും അവർ ഇവിടെ ചില നാടൻ ശൈലികളും നാടൻ ചൊല്ലുകളും താളങ്ങളും ഒക്കെ തമ്മിൽ നല്ല രസമാണ് എൻ്റെ കൂടെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഇത് ഈ മണിച്ചിത്രത്താഴ് ചെയ്യുന്ന സമയത്ത് ബിച്ചേട്ടനും ചേട്ടനും കൂടെ ഇരുന്ന് അവർ ശരിക്കും കുറേ ദിവസങ്ങളെടുത്താണ് ഈ പടം ചെയ്തത്. അപ്പോൾ ഈ പാട്ട് പഴന്തമിഴ് പാട്ട് ചെയ്തിട്ട് ആദ്യം എന്നെ കേൾപ്പിച്ചപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു വല്ലാത്തൊരു ഫീലായിരുന്നു. കണ്ണങ്ങ് നിറഞ്ഞു ആദ്യം. അപ്പോൾ അവർ പറഞ്ഞു, ഇതാണ് കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടി. അതായത് ഞാനൊരു തേർഡ് പേഴ്സൺ എന്നുള്ള നിലയ്ക്കാണ് ആ പാട്ട് കേട്ടത്. അപ്പോൾ പക്ഷേ ഒരു ചെറിയ സജഷൻ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പിന്നെ പഴന്തമിഴ് പാട്ടിലെയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി, പിന്നെ മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമയഞ്ഞ മയങ്ങി, സരസസുന്ദരിയമണി നീ അലസമായി ഉറങ്ങിയോ, പിന്നെ വിരലിൽ നിന്നും വഴുതി വീണോ വിരസമായൊരു അതിതാണെന്നാണ് ബിച്ചൻ എഴുതിയിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഉറങ്ങിയോ എന്ന് ചോദിക്കുന്ന പോലെ എന്തെങ്കിലും വേറെ ഒരു 2 വരിയും കൂടെ മയങ്ങിയോ എന്നും കൂടെ ചോദിക്കുന്ന ഒരു 2 വരി വന്നാൽ നന്നായിരിക്കില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അടുത്ത ദിവസം വിജയേട്ടൻ 2 വരിയും കൂടെ എഴുതി, കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞു പോകും. അപ്പോൾ അത് വന്നപ്പോൾ കുറച്ചുകൂടെ ആ പല്ലവിക്ക് കുറച്ചുകൂടെ ഒരു സ്ട്രെങ്ത് വന്നു. അതിപ്പം നമ്മൾ ഇങ്ങനെയുള്ള ചില സജഷൻസ് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില ഇൻറ്റ്യൂഷൻസാണ് അതൊക്കെ. അപ്പോൾ ആ വരി വരണമായിരുന്നു. അപ്പം അതൊരു കാരണം ഞാനായി എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള നല്ലതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് അവർ സ്വീകരിക്കാറുണ്ട്. അപ്പം നമുക്കിപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിവുണ്ടായിട്ടല്ല, എന്നാലും ചില സജഷൻസൊക്കെ ചേട്ടൻ നല്ലതാണെങ്കിൽ, ഇപ്പം ഇന്ന രാഗം ചിലപ്പോൾ ഞാൻ വെറുതെ ഇരുന്ന് പറയാം, ഇന്ന രാഗത്തിലൊന്ന് ചെയ്യൂ, ആ രാഗം ചെയ്താൽ കൊള്ളാം എന്നൊക്കെ പറയാറുണ്ട് ചേട്ടൻ. അതുപോലെ പിന്നെ മക്കളുടെ കാര്യത്തിലും അതെ, പിന്നെ ഈ തല്ലിപ്പഴിപ്പിക്കുന്ന ഒരു സ്വഭാവം ഇഷ്ടമല്ല. ഈ മക്കളെ പിന്നെ ഞാനില്ലെങ്കിൽ കൂടുതൽ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറകെ നടന്ന് പിന്നെ പാട്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുക എന്നൊക്കെയുള്ള രീതി. പക്ഷേ മക്കൾ 2 മോനും മോളും 2 പേർക്കും ഞാനൊക്കെ ഉണ്ടായിരുന്നു. അവരിപ്പോൾ കുറച്ചൊക്കെ പാട്ട് പഠിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ അവർക്ക് ഞാനുണ്ടെങ്കിൽ തന്നെ വന്നോളൂ, അല്ല നമ്മൾ പഠിപ്പിച്ചിട്ട് വരുത്തണ്ട എന്നുള്ളതാണ് ചേട്ടൻ. അതായത് പാടുന്നെങ്കിൽ അവർ തനിയെ പാടിക്കോളും എന്നുള്ളതായിരുന്നു ചേട്ടൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. എന്ത് കാര്യത്തിനും അങ്ങനെ ഒരു ചേട്ടൻ്റെ കാര്യത്തിലും ചേട്ടൻ അങ്ങനെ ഒരു നിലപാടായിരുന്നു. അപ്പോൾ മോനാണെങ്കിലിപ്പോൾ ഏതായാലും മ്യൂസിക് ഫീൽഡിൽ അവൻ വന്നിട്ടുണ്ട്. അവനൊരു പടം സംഗീത സംവിധാനവും ചെയ്തു. മോൻ്റെ പേര് രാജകൃഷ്ണൻ എന്നാണ്. അവൻ പിന്നെ പ്രിയദർശൻ്റെ സ്റ്റുഡിയോയിൽ 4 ഫിലിംസ് എന്ന സ്റ്റുഡിയോയിൽ സൗണ്ട് ഡിസൈനറാണ്. അപ്പോൾ അവന് പിന്നെ ഇപ്പോൾ ഒരുപാട് പടങ്ങൾ, ഇപ്പോൾ ഈ വർഷം തന്നെ ഉറുമി, ഇപ്പം ഇറങ്ങിയ ഞാനും എൻ്റെ ഫാമിലിയും വരെയുള്ള പടങ്ങൾ, പ്രിയൻ്റെ എല്ലാ മിക്ക ഹിന്ദി പടങ്ങളും അവനാണ് സൗണ്ട് ചെയ്യാറുള്ളത്. അവൻ്റെ ഭാര്യ മഞ്ജു, മോള് ഗൗരി പാർവതി, അവർ ചെന്നൈയിലാണ്. മോള് കാർത്തിക, മോളുടെ ഹസ്ബൻഡ് വിനോദ്, അവരുടെ മോള് നന്ദന, 2 പേരും ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് 2 കുട്ടികളും. അപ്പോൾ ശരിക്കും മോളെ ഡാൻസ് പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ചേട്ടൻ പറയും, ഇങ്ങനെ പുറകെ നടന്നിങ്ങനെ ഈ അമ്മ താരങ്ങളായിട്ട് താരമായിട്ട് നടക്കരുത് പലപ്പോഴും പറയുന്നത്. കാരണം ചേട്ടൻ അങ്ങനൊരു അതിഷ്ടമല്ല പിള്ളേരെ തല്ലി പഠിപ്പിക്കുന്ന കാര്യത്തിനോട്. ഇപ്പം എൻ്റെ കാര്യം ഇതുപോലെ തന്നെ ചിലപ്പം എനിക്ക് തോന്നാറുണ്ട്, ഈ പല മേഖലകളിൽ നമ്മൾ കൈവയ്ക്കുമ്പം ഒന്നിലും സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് പറ്റാതെ പോകും. ഏതെങ്കിലും ഒരെണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാൻ സാധിക്കണം. ഇപ്പം ഞാൻ അതുപോലെ പിന്നെ കഥയെഴുത്തും ചിത്രം വരപ്പും, അന്ന് ഡാൻസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു യൗവന കലയാണ്. നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ ഡാൻസ് ഒന്നും പറ്റില്ല. പാട്ടാണെങ്കിൽ ഏത് പ്രായത്തിലും ശബ്ദമുള്ളിടത്തോളം പാടാം. അതിൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ ഈ പല മേഖലകൾ, അതായത് പലതിനോടും ഒരു വരുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തെങ്കില്ലെങ്കിൽ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ അന്ന് പിന്നെ കഥയെഴുത്തും ചിത്രം വരപ്പും ഡാൻസും അത്യാവശ്യത്തിനുള്ള പാട്ടിൽ ഈ ബുൾബുൾ വായന അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിലും മേഖലകളിലും കൈവയ്ക്കുമായിരുന്നു. പക്ഷേ ഏതെങ്കിലും ഒരെണ്ണത്തിൽ താല്പര്യമായിട്ട് ഒന്നെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാനായിട്ട് താല്പര്യം കാണിക്കുമോ, അങ്ങനെയെങ്കിലും വന്നിരുന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ അറിയപ്പെടുമായിരുന്നു. ഇപ്പം എനിക്ക് തോന്നാറുണ്ട്, അന്ന് കഥ എഴുതിയിരുന്ന കാലത്ത് നമ്മുടെ ഒരു
70കളിലെ കഥാകാരികളായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടെന്ന് പറഞ്ഞല്ലോ. സത്യത്തിൽ ഇന്നും അന്ന് വായിച്ചിരുന്ന ഒരുപാട് പേര് ഇപ്പോഴും പറയുമ്പോൾ എന്തോ ഒരു നന്നായിട്ട് എഴുതിയിരുന്നു, ഇത്ര നല്ല ശൈലി ഉണ്ടായിട്ട് എന്താ അത് കളഞ്ഞത് എന്ന് ചോദിക്കുമ്പം ചിലപ്പോൾ തോന്നും, ഇത്രയും വർഷം നമ്മൾ നഷ്ടപ്പെടുത്തിയല്ലോ. പക്ഷേ ചേട്ടൻ തന്നെ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ നിന്നെ കല്യാണം കഴിച്ചുകൊണ്ടാണ് നീ കഥ എഴുതാത്തതെന്ന് പലരും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതാണോ വാസ്തവം? ഒരിക്കലും അല്ല. അതൊരിക്കലും അങ്ങനെ ഒരു വാസ്തവം നമുക്ക് അപ്പോൾ അത് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ട്വിൻ സിസ്റ്റർ ഗിരിജയും എഴുതുന്നില്ലല്ലോ. ഗിരിജയും ഞങ്ങൾ രണ്ടുപേരുടെയും അതിനൊരു വേറൊരു കാരണമുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു കമ്പാനിയൻഷിപ്പും കൂടെ ഉണ്ടായിരുന്നു. അതൊരു വലിയ കാരണമാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് വളർന്ന ചുറ്റുപാട് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ചുറ്റുപാടിലൊക്കെ ആയിരുന്നപ്പോൾ കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയർ മാറിപ്പോയി. നമ്മൾ കല്യാണം കഴിഞ്ഞു, മക്കളായി, മക്കളുടെ കാര്യങ്ങളായി, പിന്നെ ഭർത്താവിൻ്റെ കാര്യങ്ങളായി, അപ്പോൾ ചേട്ടൻ്റെ തിരക്കുകളായി, ആ തിരക്കുകളുടെ പുറകെയായി. അപ്പോൾ അങ്ങനെ പുറകെ ആയപ്പോഴത്തേക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങ് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ വേറൊരു ജീവിതം, നമ്മൾ നേരത്തെ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ജീവിതത്തിലോട്ട് പോയപ്പം കംപ്ലീറ്റ് ഇത് മാറ്റി വെച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയൊരു കാരണം ഇല്ലയെന്ന് പറഞ്ഞുകൂടാ. ഞാൻ സത്യത്തിൽ കല്യാണത്തിന് ശേഷം ഒരു കഥ എഴുതിയിരുന്നു. വളരെ നിർബന്ധിച്ചതുപോലെ നമ്മൾ പിന്നെ എഴുതുന്നവരായതുകൊണ്ട് ആരെങ്കിലുമൊക്കെ കഥകൾ ആവശ്യപ്പെട്ട് മാസികകളിലേക്കൊക്കെ ആവശ്യപ്പെട്ടൊക്കെ എഴുതയക്കുമ്പം അത്യാവശ്യം ഇതൊരാൾ വളരെ നിർബന്ധമായിട്ട് വന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തു. ആ കഥ പബ്ലിഷ് ചെയ്ത് വന്നു. അപ്പോൾ ചെറിയ പ്രശ്നം വന്നത്, കല്യാണം കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് ആ പുതുമോടി ഒക്കെ വെച്ചിട്ടാണ് ആ കഥ എഴുതിയത്. കല്യാണത്തിൻ്റെ പുതുമോടി, പിന്നെ ചെറിയ സൈക്കോളജിക്കൽ പ്രോബ്ലം, അങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്, സൈക്കാട്രിസ്റ്റിനെ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ ആ കഥ വായിച്ചപ്പോൾ ചേട്ടൻ്റെ വളരെ അടുത്ത് ഫ്രണ്ട് ചോദിച്ചു, ഇത് നിൻ്റെ കഥയാണോ ഇവിടെ ചോദിച്ചു. നിൻ്റെ അനുഭവം തന്നെയാണോ പത്മജ എഴുതിയത്? അത് ചേട്ടൻ വെറുതെ എന്നോട് വന്ന് പറഞ്ഞതാണ്, അതൊരു പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ശരിയാണല്ലോ, ഇനി എന്തെഴുതിയാലും ഇതിനു മുമ്പ് എഴുതിയിരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരനുഭവം ഇല്ലാത്തൊരു കാലഘട്ടമാണ്. പിന്നെ വായനയിൽ നിന്നും കേട്ടറിവും മാത്രം കൊണ്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ ഭാവന വെച്ചാണ് നമ്മൾ എഴുതുന്നത്. പിന്നീട് ഇത്രയും അനുഭവങ്ങൾ വന്നപ്പോൾ ഇനി എന്തെഴുതിയാലും നമ്മുടെ അനുഭവമാണെന്ന് പറയാമല്ലോ. നമ്മൾ പരിസരത്ത് കാണുന്നതോ അല്ലെങ്കിൽ വീട്ടിലുള്ളതോ എന്തെങ്കിലും ചെറിയൊരു ത്രെഡ് വെച്ചായിരിക്കും നമ്മൾ കഥ ഉണ്ടാക്കുന്നത്. പക്ഷെ എന്തെഴുതിയാലും നമ്മുടെ അനുഭവമാണെന്ന് ആളുകൾ പറയും. അങ്ങനെയാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള ചില ഈ റെസ്ട്രിക്ഷനാണ് എന്തുകൊണ്ട് സ്ത്രീകൾ കൂടുതൽ കഥാരംഗത്തേക്ക് വരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതൊരു കാരണമാണ്. നമ്മളതിൽ നിന്ന് പുറകോട്ട് വലിയുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നും വേണ്ടിയെന്ന് 10-35 വർഷം വരെ നഷ്ടപ്പെടുത്തി എഴുതിയിരുന്നെങ്കിൽ ഇന്ന് നല്ല അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരിയായിട്ട് തീർച്ചയായിട്ടും മാറുമായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു കോട്ടം തീർക്കാൻ ഞാനിപ്പം ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരയ്ക്കുന്ന ആ ഒരു ട്രാക്കിലേക്ക് ഇപ്പോൾ വീണ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് പതുക്കെ എഴുത്തിലോട്ടും പോകാനുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാനിപ്പം ഇരിക്കുന്നത്.